യു എസിൽ ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്ന ഡൈവേഴ്സിറ്റി വിസ പദ്ധതി ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത് ഇപ്പോൾ പെട്ടെന്ന് നിർത്തലാക്കാനുള്ള ഒരു സാഹചര്യം? സിഫു, ആദ്യം നമുക്ക് എന്താണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് പറയാം. അതായത് ഗ്രീൻ കാർഡ് എന്താണെന്ന് നമുക്കറിയാം. അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡാണ്, സ്ഥിരതാമസം നേടാനുള്ളൊരു കാർഡാണത്. പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡാണ് ഗ്രീൻ കാർഡ്. അതുപോലെ തന്നെയാണ് സ്ഥിരതാമസമുണ്ട്, പക്ഷേ ഗ്രീൻ കാർഡ് ലോട്ടറി എന്നറിയപ്പെടുന്നത് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം അറിയപ്പെടുന്ന പേരാണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം യു എസിലേക്ക് കുടിയേറ്റം കുറഞ്ഞ ഒരുപാട് രാജ്യങ്ങളുണ്ടാവും. ഇപ്പം ഇന്ത്യയൊന്നും അല്ല, ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ ആ രാജ്യങ്ങളൊന്നും അല്ല. അതിനെക്കാട്ടിലും നമ്മൾ മാറ്റി നിർത്തി കുടിയേറ്റം വളരെ കുറഞ്ഞ രാജ്യങ്ങളുണ്ടാകും. അവിടെ നിന്നുള്ള ആൾക്കാർക്ക് യു എസിലേക്ക് കുടിയേറാൻ യു എസ് ഭരണകൂടം കൊണ്ടുവന്ന് നടപ്പാക്കിയ അല്ലെങ്കിൽ യു എസ് കോൺഗ്രസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് യു എസിലേക്ക് കുടിയേറ്റം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിൽ വന്ന് സ്ഥിരതാമസം നേടാൻ, ഗ്രീൻ കാർഡ് നേടാനുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രോഗ്രാം. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏകദേശം ഒരു വർഷം 50,000 പേർക്കായിരുന്നു അങ്ങനെ ഈ ഗ്രീൻ കാർഡ് ലോട്ടറി വഴി ഈ സ്ഥിരതാമസം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വിടാം. ഇതാണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ കുടിയേറ്റം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിലേക്ക് കുടിയേറി ഒരു വർഷം ഇത്ര പേർക്ക് മാത്രമേ സ്ലോട്ട് ഉള്ളൂ, അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അങ്ങനെ കുടിയേറ്റം കുറഞ്ഞ രാജ്യങ്ങളുള്ളവർക്ക് സഹായകരമായിരുന്നു, യു എസിലേക്ക് എത്താനുള്ള ഒരു വഴിയായിരുന്നു ഇത്. അപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, യു എസിലേക്ക് ഈ മാർഗത്തിൽ കുടിയേറിയ ഒരാൾ യു എസിൽ നടത്തിയ 2 വെടിവെപ്പുകൾക്ക് ശേഷമാണ് ഈ ട്രംപ് ഇത്രയും കടുത്ത തീരുമാനം ഉണ്ടായത്. അതായത് ഒരാൾ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരു പ്രോഗ്രാം തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. സേഫു, ഇത് ഇപ്പോൾ ഈ ഗ്രീൻ കാർഡ് ലോട്ടറി പദ്ധതി നിർത്തലാക്കുന്നത് വഴി ഏതൊക്കെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആരെയൊക്കെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുക? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറില്ല. പക്ഷെ ഭാവിയിൽ ഗ്രീൻ കാർഡിനെ വരെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക്, കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഈ ഇടയ്ക്ക് വേറൊരു അഫ്ഗാനിസ്ഥാൻ പൗരൻ നടത്തിയ ഒരു വെടിവെപ്പിന്റെ പേരിൽ അത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിസ കൊടുക്കുന്നത് തന്നെ യു എസ് നിർത്തലാക്കി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് പറയുന്ന വളരെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യു എസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണോ കുടിയേറ്റക്കാർ വരണം എന്ന് യു എസ് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ രാജ്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ കുടിയേറ്റം കുറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കുടിയേറ്റം കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊരു വലിയ വിഷയമാകണം എന്നില്ല. അതേസമയം യു എസിലേക്ക് കുടിയേറ്റം നിലവിൽ കുറഞ്ഞ, ഇനി അവിടുന്ന് കൂടുതൽ കുടിയേറ്റക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയും യു എസ് വളരെ അവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി ആയിരിക്കാം ഈ 50,000 പേർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുവരെ ഒരു പോർച്ചുഗീസ് പൗരന്റെ ഒരു വെടിവെപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിർത്തലാക്കണം എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഗ്രീൻ കാർഡുള്ള ആളുകൾ ചെയ്യുന്ന ഒരു ക്രൈമോ അല്ലതിന്റെ പേരിൽ ഈ ഗ്രീൻ കാർഡിനെ വരെ ബാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ലേ? നമുക്ക് ആദ്യം എന്താണ് ഈ ക്രിസ്റ്റ്യൻ നോം പറയുന്നത്, അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറി ആയ ക്രിസ്റ്റ്യൻ നോം ഈ നടപടിയെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. അപ്പം 2017 ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി പ്രോഗ്രാം, അതായത് ഈ ഗ്രീൻ കാർഡ് ലോട്ടറി പ്രോഗ്രാമിലൂടെ വന്ന പ്രതിയാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ക്രൂരനായ വ്യക്തിയെ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലായിരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഈ വിനാശകരമായ പ്രോഗ്രാം കൂടുതൽ അമേരിക്കക്കാർക്ക് ദോഷകരമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോട് ക്രിസ്റ്റ്യനോ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ്, അതായത് ഈ ഗ്രീൻ കാർഡ് ലോട്ടറി നിർത്തിവെക്കാനായിട്ട് യു എസ് ഭരണകൂടം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാം. എന്താണ് ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പോകാം. നമുക്ക് ആദ്യം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. പ്രതിവർഷം 50,000 പേർക്ക് മാത്രമേ, അതായത് കുറഞ്ഞ കുടിയേറ്റമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 50,000 പേർക്ക് മാത്രമേ സ്ഥിരതാമസം ഗ്രീൻ കാർഡ് ഈ പ്രോഗ്രാം വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 55,000 ഡൈവേഴ്സിറ്റി വിസ ഈ ഗ്രീൻ കാർഡ് ലോട്ടറികളാണ് വിതരണം ചെയ്തത്. അപ്പം വിസ ലഭ്യമാക്കുക, അതിനുള്ള രജിസ്ട്രേഷനൊക്കെ 2024 ഒക്ടോബറിൽ തന്നെ നടന്നു. നവംബറിൽ തന്നെ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവസാനിച്ചിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 2027 ഗ്രീൻ കാർഡ് ലോട്ടറി ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം ആയിരുന്നു വരാനിരുന്നത്. അത് വരാതിരിക്കെയാണ് ഈ സുപ്രധാന തീരുമാനം ട്രംപ് ഭരണകൂടം ഇത് നിർത്തലാക്കുന്ന തീരുമാനം സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, വിസ ലഭിക്കുന്നതിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരുമെങ്കിലും രജിസ്ട്രേഷൻ സൗജന്യമായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, യു എസിലേക്ക് പോകണമെങ്കിൽ എത്രമാത്രം തുക വേണമെന്ന്. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടണമെങ്കിൽ എത്രമാത്രം തുക നമുക്കറിയാം വേണം. അത്രയും എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്.
അതോടൊപ്പം തന്നെ ഇതെങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കുറേ അപേക്ഷകർ ഇതിനുണ്ട്. അപ്പോൾ അത്രയും പേര് വരുമ്പോഴത്തേക്കും ഇതിന് ലോട്ടറി ഒരു നറുക്കെടുപ്പിലൂടെയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് നറുക്കെടുപ്പിലൂടെയാണ് ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ കാർഡ് ലോട്ടറി എന്ന ഇതിന് പേര് കൊടുത്തത്. അപ്പം ഒരു വർഷം ഒരു രാജ്യത്തിന് 7% വിസ മാത്രമേ അനുവദിക്കൂ. 7% പേര്, അതായത് ഒരു രാജ്യത്ത് നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് 7% പേരെ മാത്രമേ ഒരു രാജ്യത്ത് നിന്ന് അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ ടോട്ടൽ 50,000 ഉള്ളൂ. അതിങ്ങനെ ഓരോ അതായത് ഒരു രാജ്യത്ത് നിന്നും 7%, ആ 50,000-ൽ 7%-ലധികം ഒരു രാജ്യത്ത് നിന്നും ഉണ്ടാവില്ല. മാത്രമല്ല കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 50,000-ലധികം ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഡൈവേഴ്സിറ്റി ഇമിഗ്രന്റ് വിസ പ്രോഗ്രാമിൽ പരിഗണിക്കില്ല. അതായത് കുടിയേറ്റക്കാർ കുറഞ്ഞത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു 5 വർഷത്തിനിടയിൽ 50,000 വരെ ആളുകൾ കുടിയേറിയ രാജ്യം, അതിലധികം കുടിയേറിയ രാജ്യങ്ങളെ ഈ പ്രോഗ്രാമിന് പരിഗണിക്കില്ല. മാത്രമല്ല ഈ കുറഞ്ഞ കുടിയേറ്റമുള്ള രാജ്യത്തു നിന്നുള്ള പങ്കാളികൾക്കും ഈ പറയുന്ന പങ്കാളിയുള്ള ആളുകൾക്ക്, ഇപ്പൊ US പൗരത്വമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഈ സെറ്റ് ഓഫ് രാജ്യങ്ങളിൽ പങ്കാളികൾ ഉണ്ടെങ്കിൽ അവരെയും ഈ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. ഗ്രീൻ കാർഡിനെതിരെ അല്ലെങ്കിൽ ഗ്രീൻ കാർഡിന് മുകളിൽ ഒരു കൈവെക്കാൻ ട്രംപ് എന്തെങ്കിലും തരത്തിൽ ട്രംപ് ഭാവിയിൽ ശ്രമിക്കുമോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ ട്രംപ്? അതെ, ട്രംപ് അങ്ങനെ നിലവിൽ നൽകുന്നില്ല. പക്ഷേ ട്രംപ് അങ്ങനെ ചെയ്ത അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് അവിടുത്തെ മുൻ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം അഫ്ഗാൻ പൗരൻ ചെയ്തതിനെ തുടർന്ന് എന്തൊക്കെയാണ് 30 രാജ്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടായി. അതോടൊപ്പമാണ് ഈ ഒരു പോർച്ചുഗീസ് പൗരൻ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ഈ ഗ്രീൻ കാർഡ് ലോട്ടറി തന്നെ നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ സെയ്ഫു ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ പദ്ധതി ഉൾപ്പെടാത്തതെന്നുള്ളത്. അപ്പോൾ 2026 ഡൈവേഴ്സിറ്റി ഇമിഗ്രന്റ് വിസ പ്രോഗ്രാമിൽ ബംഗ്ലാദേശ് ഇല്ല, ബ്രസീൽ ഇല്ല, കാനഡ ഇല്ല, ചൈന ഇല്ല, കൊളംബിയ, ക്യൂബ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, എൽ സാൽവഡോർ, ഹൈത്തി, ഹോണ്ടുറാസ്, ഇന്ത്യ, ജമൈക്ക, മെക്സിക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, വെനസ്വേല, വിയറ്റ്നാം. ഇത്രയും രാജ്യങ്ങൾ 2026 ഈ പ്രോഗ്രാമിൽ, അതായത് ഞാൻ പറഞ്ഞു 2026 ഇപ്പോൾ ലാസ്റ്റ് നടന്നത്, ആ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പൊ നമ്മൾ ട്രംപ് ഈ ഒരു വിസക്കെതിരെ സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളതും കൂടി വളരെ വ്യക്തമാണ്. കാരണം 2017 ട്രംപ് അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഈ വിസ പ്രോഗ്രാം വഴി എത്തിയ ഒരു ട്രക്ക് ഡ്രൈവർ ഒരു അപകടം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അന്നേ ഈ പദ്ധതി നിർത്തലാക്കണം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് US-ന്റെ പുതിയ ട്രംപ് അധികാരത്തിൽ എത്തിയതിന് ശേഷമുള്ള ട്രംപിന്റെ നയങ്ങളെല്ലാം കുടിയേറ്റത്തിനെതിരാണ്. ഇപ്പൊ ഒരർത്ഥത്തിൽ നിയമലംഘകരായിട്ടുള്ള കുടിയേറ്റക്കാർ അല്ലെങ്കിൽ അനധികൃതമായിട്ട് രാജ്യത്തേക്ക് കുടിയേറുന്ന ആളുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തി US-ൽ ഒരു വ്യക്തി ക്രൈം നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ വെടിവെപ്പ് ഇങ്ങനത്തെ ക്രൈമുകളിൽ, വലിയ ക്രൈമുകളിൽ ഏർപ്പെടുന്നത് വളരെ ഗൗരവമായിട്ടാണ് ട്രംപ് ഭരണകൂടം കാണുന്നത് എന്നത് കൂടിയാണ് നമ്മൾ ഇതിലൂടെ. അതായത് ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ പ്രോഗ്രാം തന്നെ ഒരു പ്രോഗ്രാം തന്നെ നിർത്തലാക്കുക എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് എന്നത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഏതൊരു രാജ്യത്തു നിന്നാണെങ്കിലും US-ലേക്ക് കുടിയേറിയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന്റെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കുറ്റകൃത്യത്തിന്റെ അതിന്റെ എന്താ പറയുക, അത് ബാധിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറുന്ന ആളുകളെ കൂടിയാണ് എന്നതാണ് നമ്മൾ ഇതോട് ചേർത്ത് വായിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.